ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കമ്പ്യൂട്ടർ സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്, സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്. സോ ഇതിലെ സ്ട്രക്ചേഴ്സ് എന്ന ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ C++ലെ ഒത്തിരി പ്രോഗ്രാംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രോഗ്രാംസ് ചെയ്യുന്ന സമയത്ത് ഒരേ ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ് അല്ലെങ്കിൽ മാത്രമല്ല നമ്മൾ പ്രോഗ്രാംസിൽ യൂസ് ചെയ്യുന്നത്. ടൈപ്സ് ഓഫ് ഡാറ്റ ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻറ്റിജേഴ്സ്, ക്യാരക്ടേഴ്സ്, ഫ്ലോട്ടിംഗ് നമ്പേഴ്സ്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഐറ്റംസ് എല്ലാം നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാനായിട്ട് C++ൽ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ് സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ പോയിന്റേഴ്സ് എന്ന് പറയുന്നതും ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? സോ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ മെയിനായി പ്രോഗ്രാംസ് ചെയ്യുന്നതെല്ലാം GCC കമ്പൈലർ ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ടർബോ C++ ഉപയോഗിച്ച് പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ GCC ഉപയോഗിച്ച് നമ്മൾ പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. സോ ഇത് തമ്മിൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിൻ്റെ സ്ട്രക്ചർ, ആ പ്രോഗ്രാംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹെഡർ ടൈപ്സ് അല്ലെങ്കിൽ പ്രോഗ്രാമിലെ ഡാറ്റ ടൈപ്സിൻ്റെ സൈസ് ഡിഫറെൻ്റ് ആയിരിക്കും. GCC കമ്പൈലർ ആണെങ്കിൽ ഇൻറ്റിജറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 4 ബൈറ്റ് ആണ്. സോ അതേസമയം നമ്മൾ ഉപയോഗിക്കുന്നത് ടർബോ C++ കമ്പൈലർ ആണെങ്കിൽ ഇൻറ്റിജറിൻ്റെ സൈസ് എന്ന് പറയുന്നത് 2 ബൈറ്റ് ആണ്. ശ്രദ്ധിക്കുക, ഈ ചാപ്റ്ററിലെ നമ്മൾ പ്രോഗ്രാംസ് എല്ലാം ഡീൽ ചെയ്യുന്നത് GCC കമ്പൈലർ ഉപയോഗിച്ച്. സോ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഈ ഒരു ID കാർഡ് ശ്രദ്ധിക്കുക. സോ ഇന്ന് നമ്മളെല്ലാവരും ഓഫീസേഴ്സിലും അതുപോലെ എംപ്ലോയീസ് എല്ലാം വരുന്നത് ID കാർഡ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ID കാർഡാണ് ഈ പിക്ചറിൽ കൊടുത്തിരിക്കുന്നത്. സോ അതിലെ ഡീറ്റെയിൽസ് സ്റ്റുഡൻറ്റിൻ്റെ ID, സ്റ്റുഡൻറ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ബ്ലഡ് ഗ്രൂപ്പ്, അഡ്രസ്സ്. അഡ്രസ്സ്, ഇതൊക്കെയാണ് ഈ ID കാർഡിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ID കാർഡിലെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സോ ഇനി ഇതിലെ C++ ഡാറ്റ ടൈപ്പ്, ഈ ഓരോന്നിൻ്റെയും C++ ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റുഡൻറ്റ് ID 1 2 3 4 5 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. നെയിം ഒരു ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നതും ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. പോസിറ്റീവ് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. ഈ അഡ്രസ്സ് എല്ലാം വരുന്നത്, ഈ 3 ലൈൻസ് ഓഫ് അഡ്രസ്സ് വരുന്നത് ക്യാരക്ടർ ഡാറ്റ ടൈപ്പാണ്. നമുക്കതിനൊരു സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അതേസമയം പിൻ 685531 എന്ന് പറയുന്നതിൽ ഫസ്റ്റ് 3 ക്യാരക്ടേഴ്സ് ഡാറ്റ ടൈപ്പാണ്. പിൻ എന്ന് പറയുന്നത് ക്യാർ ഡാറ്റ ടൈപ്പായിട്ട് വരുന്നതാണ്. അതേസമയം ബാക്കി വരുന്ന 6 ലെറ്റേഴ്സ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്സ് ആണ്. സോ അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഐറ്റംസ് ഒരുമിച്ച് ഉപയോഗിക്കേണ്ട സമയത്ത് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സ് ഒരുമിച്ച് അഗ്രിഗേറ്റായി ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ നമ്മൾക്ക് ഒരുമിച്ച് ഉപയോഗിക്കുന്ന സമയത്തിന് C++ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നമുക്കറിയാം, ദ എൻ്റർ ഡീറ്റെയിൽസ് ഓൺ ദ ID കാർഡ് ക്യാൻ ബി കൺസിഡർഡ് ആസ് എ സിംഗിൾ യൂണിറ്റ് ഓഫ് ഡാറ്റ. അല്ലേ, ഈ ഒരു എൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ ID കാർഡിലെ ഡീറ്റെയിൽസ് ആണ്. ആ സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച ഡീറ്റെയിൽസ് ആണ് ഇതെല്ലാം. സോ ഇതിനൊരു സിംഗിൾ യൂണിറ്റ് ഓഫ് ഡാറ്റ, ആ കുട്ടിയുടെ ഒരു സിംഗിൾ യൂണിറ്റ് ഓഫ് ഡാറ്റ ആയിട്ടാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രൂപ്പ് ഡാറ്റ ഓർ അഗ്രിഗേറ്റ് ഡാറ്റ ഓർ കോമ്പൗണ്ട് ഡാറ്റ. ഈ എന്താണ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ? സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഓഫ് C++ to represent a collection of logically related data items which may be of different types under a common name. സ്ട്രക്ചർ എന്ന് പറയുന്നത് C++ലെ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ഐറ്റംസ് ആണ് എന്ത് പറയുന്നത്? സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസ് ആയിരിക്കും അതിലുണ്ടാവുക. സോ ഒരു സിംഗിൾ നെയിം ആയിരിക്കും, ഒരു കോമൺ നെയിമിന് കീഴിലായിരിക്കും ഈ ഗ്രൂപ്പ് ഓഫ് ഡാറ്റയെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുത്താൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റയാണ് ഈ ഒരു സിംഗിൾ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസിലുള്ളത്. സോ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിലെല്ലാം ഫസ്റ്റ് സ്റ്റുഡൻറ്റിൻ്റെ ID, സ്റ്റുഡൻറ്റിൻ്റെ നെയിം, ആ സ്റ്റുഡൻറ്റിൻ്റെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത്, സ്റ്റുഡൻറ്റിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, സ്റ്റുഡൻറ്റിൻ്റെ അഡ്രസ്. സോ ഇതെല്ലാം ലോജിക്കലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതായത് ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ ക്ലിയറായി മനസ്സിലാവുന്നതാണ്. സോ അങ്ങനെ ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസിനെ നമുക്ക് ഒരുമിച്ച് ഉപയോഗിക്കാൻ കഴിയുന്ന, ഒരു സിംഗിൾ നെയിമിന് കീഴിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അറേ എന്താണെന്ന് പഠിച്ചു. ഇതുപോലെ അറേയും എന്ന് പറയുന്നത് എന്താ? കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് അറേ, അതുപോലെ കളക്ഷൻ ഓഫ് എലമെൻറ്റ്സ് ആണ് സ്ട്രക്ചർ. പക്ഷേ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താ? അറേയിൽ സെയിം ടൈപ്പ് ഓഫ് എലമെൻറ്റ്സ് ആണ്. ഇപ്പോൾ ഇൻറ്റിജർ അറേ എന്ന് പറയുമ്പോൾ ഇൻറ്റിജേഴ്സ് മാത്രം, ഫ്ലോട്ടിംഗ് പോയിൻ്റ് അറേ എന്ന് പറയുമ്പോൾ ഫ്ലോട്ടിംഗ് പോയിൻ്റ് നമ്പേഴ്സ് മാത്രം. പക്ഷേ സ്ട്രക്ചർ അങ്ങനെയല്ല.
ഒരേ സിംഗിൾ നെയിമിന് കീഴിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഐറ്റംസ്, അതായത് ഇൻറ്റിജർ, ക്യാരക്ടർ, ഫ്ലോട്ട്, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ടൈപ്സിനെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നതാണ് സ്ട്രക്ചറിനെ അറയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇതാണ് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ. സോ ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുക. എക്സാമിന് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് എഴുതേണ്ടത്. സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എങ്ങനെയാണ്? സ്ട്രക്ട് ടാഗ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1 സെമിക്കോളൻ, ഡാറ്റ ടൈപ്പ് വേരിയബിൾ 2 സെമിക്കോളൻ എക്സെട്ര. അതായത് എത്ര ഡാറ്റ ടൈപ്സ് ഉണ്ടോ അത്രയെല്ലാം ഡിക്ലെയർ ചെയ്യുക. ഡാറ്റ ടൈപ്പ് വേരിയബിൾ n സെമിക്കോളൻ, ഫൈനലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇടുക. സോ ഇതാണ് ഒരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഇതിൽ സ്ട്രക്ട് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. അതായത് കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു സ്ട്രക്ചറാണ് എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കീവേഡാണ് എന്ത്? സ്ട്രക്ട് എന്ന് പറയുന്നത്. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനുള്ള കീവേഡാണ് സ്ട്രക്ട് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അതുപോലെ സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നതാണ് നിങ്ങൾ സ്ട്രക്ചറിന് കൊടുക്കുന്ന പേര്. അതായത് ഇപ്പോൾ നിങ്ങൾ അറേക്ക് അറേ നെയിം കൊടുക്കുന്നത് പോലെ തന്നെ സ്ട്രക്ചറിന് നിങ്ങൾ എന്ത് പേരാണ് കൊടുക്കുന്നത് അതാണ് സ്ട്രക്ചർ ടാഗ്. ദ സ്ട്രക്ചർ ടാഗ് മീൻസ് സ്ട്രക്ചർ നെയിം. ഇനി ഡാറ്റ ടൈപ്പ് വേരിയബിൾ 1, ഈ സ്ട്രക്ചറിൽ നിങ്ങൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെ എല്ലാം നമ്മൾ പറയുന്നതാണ് എന്ത്? സ്ട്രക്ചർ എലമെൻറ്റ്സ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അറേയുടെ സൈസ് വേരി ചെയ്യുന്നത്. മനസ്സിലായല്ലോ? ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇൻറ്റിജേഴ്സ് മാത്രമാണെങ്കിൽ അതിൻ്റെ സൈസ് ഇൻറ്റിജേഴ്സിൻ്റെ സൈസിനനുസരിച്ചിരിക്കും. പക്ഷേ കോമ്പിനേഷൻ ഓഫ് ഡാറ്റ, അതായത് ഇൻറ്റിജേഴ്സ്, ഫ്ലോട്ട്, അങ്ങനെ മൾട്ടിപ്പിൾ ഡാറ്റാസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ ഡാറ്റയുടെ സൈസിനനുസരിച്ചിട്ടായിരിക്കും സ്ട്രക്ചറിൻ്റെ സൈസ് ക്രിയേറ്റ് ആവുന്നത്, സ്ട്രക്ചറിൻ്റെ സൈസ് വേരി ചെയ്യുന്നത്. സ്ട്രക്ചർ ഡെഫിനിഷൻ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ കണ്ടു, ഒരു സ്റ്റുഡൻറ്റിൻ്റെ ID കാർഡ്. സോ ID കാർഡിലെ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ ഫോർമാറ്റ് ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, 20/02/1997. സോ ഇത് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു സ്ട്രക്ചർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം 22/1997 എന്ന് പറയുന്ന ഡേറ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് എഴുതി സ്ട്രക്ചർ ടാഗിന് പകരം, അതായത് നമ്മൾ കൊടുക്കുന്ന നെയിം ഡേറ്റ് എന്നാണ് നമ്മളിവിടെ നെയിം കൊടുത്തത്. ബ്രേസസിനകത്ത്, അതായത് കേർഡ് ബ്രേസസിനകത്ത് ഇപ്പോൾ ഡേറ്റ് സ്റ്റോർ ചെയ്യാൻ /DD സെമിക്കോളൻ, മന്ത് സ്റ്റോർ ചെയ്യാൻ /MM, ദെൻ /YY എന്ന് പറയുന്ന 3 വേരിയബിൾസ് നമ്മളിവിടെ ഡിക്ലെയർ ചെയ്തു. ഫൈനലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത ശേഷം സെമിക്കോളൻ. സോ ഇത് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ഈ സ്ട്രക്ചർ ഡിക്ലെയർ ചെയ്യാം. എങ്ങനെയാണ്? സ്ട്രക്ട് str ഡേറ്റ്. ഇപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന പേര് ഡിഫറെൻ്റ് ആണ്. സോ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണിത്. str ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡേ, അതായത് ഡേ സൂചിപ്പിക്കാൻ ഡേ, ദെൻ char month of 10. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ആദ്യത്തെയിൽ മന്ത് നമ്മൾ 1, 2, 3 to 10 months എന്ന് പറയുന്നതിൽ നമ്പേഴ്സാണ് കൊടുത്തത്. അതിന് വേണ്ടിയാണ് MM. പക്ഷേ ക്യാരക്ടറായിട്ട് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് മന്തിന് പകരം നിങ്ങൾക്ക് ജാനുവരി, ഫെബ്രുവരി, അങ്ങനെ ക്യാരക്ടേഴ്സായിട്ടാണ് നിങ്ങൾക്ക് എൻ്റർ ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ അവിടെ ക്യാരക്ടർ അറിയാണ് ഡിക്ലെയർ ചെയ്യേണ്ടത്. സോ അതുകൊണ്ടാണ് ഇവിടെ char month of 10 എന്ന് പറഞ്ഞ് കൊടുത്തത്. അതായത് ആദ്യത്തെ 10 months മാത്രമാണ് ആ ക്യാരക്ടേഴ്സ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഇയർ സെമിക്കോളൻ, ഫൈനലി സ്ട്രക്ചർ ക്ലോസ് ചെയ്തു. സോ ക്ലിയർ ആയല്ലോ? ഇപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ ഡെഫിനിഷൻ എന്താണെന്ന് പഠിച്ചു, സ്ട്രക്ചർ ഡെഫിനിഷൻ ഒരു എക്സാമ്പിൾ വെച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും പഠിച്ചു. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സിംഗിൾ ടൈപ്പ് ഓഫ് ഡാറ്റ ഐറ്റംസ് ഉപയോഗിച്ച് നമുക്ക് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാം. സോ ഇതെല്ലാം ഇൻറ്റിജർ ഡാറ്റ ഐറ്റംസ് ആണ്, ഡാറ്റ ടൈപ്സ് ആണ്, വേരിയബിൾസ് നെയിം. ഇതിൽ ഈ സ്ട്രക്ചറിൽ വരുന്ന സ്ട്രക്ചർ എലമെൻറ്റ്സ് എല്ലാം ഇൻറ്റിജർ ടൈപ്പാണ്. പക്ഷേ str ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് വരുന്ന സ്ട്രക്ചർ എലമെൻറ്റ്സ് ഇൻറ്റിജറും ക്യാരക്ടേഴ്സാണ്. ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതാണ് കീവേഡ്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നതാണ് സ്ട്രക്ചറിൻ്റെ നെയിം, ദെൻ അഡ്മിഷൻ നമ്പർ സേവ് ചെയ്യാൻ, char name of 20, char group of 10, float fee എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ ഡിഫൈൻ ചെയ്തു. സോ നമ്മൾ പറഞ്ഞു സ്ട്രക്ചർ എന്ന് പറയുന്നത് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റയാണ് അല്ലേ, ലോജിക്കലി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണ്. സോ ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ കാണുമ്പോൾ തന്നെ ക്ലിയർ ആണ് സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറാണിത്. ആ സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് വരുന്നത് സ്റ്റുഡൻറ്റിൻ്റെ അഡ്മിഷൻ നമ്പർ, സ്റ്റുഡൻറ്റിൻ്റെ പേര്, സ്റ്റുഡൻറ്റ് ഏത് ഗ്രൂപ്പാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, സ്റ്റുഡൻറ്റിൻ്റെ എക്സാം ഫീ. സോ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ സ്ട്രക്ചറിൽ വരുന്നത്. സോ ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വേരിയബിൾ ഡിക്ലറേഷൻ ആൻഡ് മെമ്മറി അലോക്കേഷൻ. സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, അതുപോലെ തന്നെ മെമ്മറി എങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. സ്ട്രക്ചറിൻ്റെ വേരിയബിൾ നമുക്ക് 2 മെത്തേഡ്സ് ആണ് ഡിക്ലെയർ ചെയ്യാനായിട്ടുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ടാഗ് വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്ര വേരിയബിൾ ആൻഡ് സെമിക്കോളൻ. അതായത് സ്ട്രക്ട് കീവേഡ്, ദെൻ ഫോളോഡ് ബൈ സ്ട്രക്ചറിൻ്റെ നെയിം,
ദെൻ എത്ര വേരിയബിൾസ് ആണ് നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത്, അതെല്ലാം കോമാസ് ഉപയോഗിച്ച് സെപ്പറേറ്റ് ചെയ്യുക, സെമിക്കോളൻ. ഇതാണ് ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് നമുക്ക് സ്ട്രക്ട് എന്ന് പറയുന്ന കീവേഡ് വേണമെങ്കിൽ ഉപയോഗിക്കാതെ തന്നെ വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സ്ട്രക്ചർ ടാഗ്, വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്ര ടു വേരിയബിൾ n. സോ ഈ രണ്ട് മെത്തേഡാണ് വേരിയബിൾ ഡിക്ലറേഷൻ ഉള്ളത്. സോ നമുക്കതിനെ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് എന്നൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ട് ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇൻഡ് ഡി ഡി, ഇൻഡ് എം എം, ഇൻഡ് വൈ വൈ. ഇനി ഈ ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇങ്ങനെയാണ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഡേറ്റ് വേരിയബിൾ 1 DOB എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു, കോമ ടുഡേ എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ വേറൊരു മെത്തേഡിൽ നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, സ്ട്രക്ട് ഡേറ്റ് DOB കോമ ടുഡേ. അതായത് സ്ട്രക്ചറിൻ്റെ നെയിം ഡേറ്റ്, വേരിയബിൾ 1ൻ്റെ നെയിം DOB കോമ വേരിയബിൾ 2 ടുഡേ. സോ ഈ ഒരു സ്ട്രക്ചർ ഡേറ്റിൽ രണ്ട് വേരിയബിൾസ് ആണുള്ളത്, DOB ടുഡേ. അതുപോലെ തന്നെ STR ഡേറ്റ് നമ്മൾ നേരത്തെ കണ്ടു, ക്യാരക്ടർ ഇൻഡിജിന് പകരം മന്ത് ആയിട്ട് കൊടുത്തൊരു സ്ട്രക്ചർ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു വെച്ചു. ഈ ഒരു സ്ട്രക്ചറിൻ്റെ ക്യാരക്ടർ, ഈ ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്, STR ഡേറ്റ്, ADM ഡേറ്റ് അതായത് അഡ്മിഷൻ ഡേറ്റ് കോമ ജോയിൻ ഡേറ്റ്. സോ ഈ ഒരു രണ്ട് മെത്തേഡിൽ നമുക്ക് ഇതിൻ്റെ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാം. ഈ ഒരു മെത്തേഡിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യാം, സ്ട്രക്ട് സ്പേസ് STR ഡേറ്റ് സ്പേസ് അഡ്മിഷൻ ഡേറ്റ് കോമ ജോയിൻ ഡേറ്റ്. സോ ഈ രണ്ട് സ്ട്രക്ചറിലും രണ്ട് വേരിയബിൾസ് വീതമാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ പഠിച്ചു, ആ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസും ഡിക്ലെയർ ചെയ്യാൻ പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക്, സൈസ് ഓഫ് എ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ്. ഒരു സ്ട്രക്ചർ ഡാറ്റ ടൈപ്പിന് മെമ്മറി എങ്ങനെയാണ് അലോക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഈ പോർഷനിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിന് GCCയിൽ 4 bytes ഓഫ് മെമ്മറിയാണ് സേവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ 4 bytes ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ, സ്ട്രക്ട് ഡേറ്റ് ഇൻറ്റ് DD ഇൻറ്റ് MM ഇൻറ്റ് YY എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ DD എന്ന് പറയുന്നത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പാണ്. സോ ആ ഇൻറ്റിജർ സേവ് ചെയ്യാനായിട്ട് വേണ്ടി വരുന്നത് 4 bytes ഓഫ് മെമ്മറി. അതുപോലെ ഇൻറ്റ് MM എന്ന് പറയുന്നതും ഇൻറ്റിജർ ആണ്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിന് വേണ്ടി വരുന്നത് 4 bytes ഓഫ് മെമ്മറി. ഇൻറ്റ് YY എന്ന് പറയുന്നതും ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇയർ സേവ് ചെയ്യാനായിട്ടും ആവശ്യമായിട്ട് വരുന്നത് 4 bytes ഓഫ് മെമ്മറിയാണ്. അപ്പോൾ ഇവിടെ സ്ട്രക്ട് ഡേറ്റിൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓരോ വേരിയബിളിനും എത്ര വേരിയബിൾസ് ആണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിൽ ഓരോ വേരിയബിളും ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് 12 bytes ഓഫ് മെമ്മറി വീതമാണ് ആ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യാവുന്നത്. 12 bytes ഓഫ് മെമ്മറി വീതമാണ്. ഒരു ഉദാഹരണം കൂടി നമുക്ക് നോക്കാം. സ്ട്രക്ട് STR ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിലെ സ്ട്രക്ചർ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റ് DY ഡേ, ക്യാർ മന്ത് ഓഫ് 10, ഇൻറ്റ് ഇയർ. സോ രണ്ട് വേരിയബിൾസ് ആണ് STR ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. STR ഡേറ്റ്, ADM ഡേറ്റ് കോമ ജോയിൻ ഡേറ്റ്. ഇതിൽ ഉദാഹരണമായി ഇപ്പോൾ ജോയിൻ ഡേറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ താഴെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനായി കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡേ എന്ന് പറയുന്നത് ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് 4 bytes ഓഫ് മെമ്മറിയാണ് വേണ്ടത്. മന്ത് ഓഫ് 10 നമുക്കറിയാം, മന്ത് എന്ന് പറയുന്നത് ക്യാരക്ടറാണ്. അപ്പോൾ ക്യാരക്ടർ സേവ് ചെയ്യാൻ 1 ക്യാരക്ടറിന് 1 byte. സോ മന്ത് ഓഫ് 10 എന്ന് പറയുന്ന അറേക്ക് 10 bytes ഓഫ് മെമ്മറിയാണ് ടോട്ടൽ മന്ത് ഓഫ് 10 സേവ് ചെയ്യാനായിട്ട് ആവശ്യമായി വരുന്നത്. അതുപോലെ ഇൻറ്റ് ഇയർ എന്ന് പറയുന്നതും ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആണ്. ഇൻറ്റിജർ ഡാറ്റ ടൈപ്പിന് 4 bytes ഓഫ് മെമ്മറിയാണ് അലോക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ജോയിൻ ഡേറ്റ് എന്ന് പറയുന്ന ഈ വേരിയബിളിന് 18 bytes, 10 + 4 + 4 18 bytes ഓഫ് മെമ്മറിയാണ് ജോയിൻ ഡേറ്റ് എന്ന് പറയുന്ന വേരിയബിളിന് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ സ്ട്രക്ചറിൽ വേരിയബിൾസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്, ഉദാഹരണമായി ഇപ്പോൾ നേരത്തെ ആദ്യം നമ്മൾ ഡിഫൈൻ ചെയ്ത സ്ട്രക്ചറിൽ ഓരോ വേരിയബിളിനും 12 bytes ഓഫ് മെമ്മറിയാണ് ആവശ്യമായിട്ട് വരുന്നത്. കാരണം എല്ലാം ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ് ആയിരുന്നു. പക്ഷേ സെക്കൻഡ് സ്ട്രക്ചറിന് 18 bytes ആയി. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ആ സ്ട്രക്ചറിൽ വേരിയബിൾസ് അല്ലെങ്കിൽ സ്ട്രക്ചർ എലമെൻറ്റ്സ് ഡിഫൈൻ ചെയ്യുന്നത്, നിങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ എലമെൻറ്റ്സ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ അതിൽ ഉപയോഗിക്കുന്ന ഡാറ്റ ടൈപ്സ് ഏതൊക്കെയാണ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് സ്ട്രക്ചറിൻ്റെ സൈസ് വേരി ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. വേരിയബിൾ ഡിക്ലറേഷൻ. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്. സോ ഒരു മെത്തേഡ് നമ്മൾ പഠിച്ചു. ഇനി വേറൊരു മെത്തേഡിൽ എങ്ങനെയാണ് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഡിക്ലെയർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കോംപ്ലക്സ് നമ്പേഴ്സ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്ട്രക്ചറാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രക്ട് കോംപ്ലക്സ് ഷോർട്ട് റിയൽ
ഷോർട്ട് ഇമാജിനറി, അതായത് റിയൽ നമ്പർ, കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത് റിയൽ നമ്പറും ഉണ്ട് ഇമാജിനറി നമ്പറും ഉണ്ട്. സോ ഈ രണ്ട് നമ്പറും സേവ് ചെയ്യാനായിട്ടാണ് ഷോർട്ട് റിയൽ ഷോർട്ട് ഇമാജിനറി എന്ന് പറഞ്ഞ രണ്ട് സ്ട്രക്ചർ എലമെൻറ്റ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തത്. ദെൻ ബ്രേസസ് ക്ലോസ് ചെയ്തു. അതിനുശേഷം ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് നമ്മൾ സ്ട്രക്ചറിൻ്റെ പുറത്ത് തന്നെ സെമിക്കോളിൻ്റെ മുന്നേ ഡിക്ലെയർ ചെയ്തു. C1, C2 പ്ലസ് C1, C2 എന്ന അടുത്ത ലൈനിൽ നമ്മൾ എഴുതുന്നതിന് പകരം ഈ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ അതിലെ വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സോ ആ ഒരു മെത്തേഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? ഇതിൽ C1, C2 എന്ന് പറയുന്നതാണ് സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ്. സോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഇവിടെ ഷോർട്ട് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ ഇൻറ്റ് റിയൽ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം GCC ആയതുകൊണ്ട് ഇൻറ്റിജർ എന്ന് പറയുമ്പോൾ 4 ബൈറ്റ് അലോക്കേറ്റ് ചെയ്യും. പക്ഷേ മിക്ക കേസിലും ഈ 4 ബൈറ്റ് ചെറിയൊരു ഇൻറ്റിജർ നമ്പർ ആണെങ്കിൽ, ഇപ്പോൾ സ്മോൾ നമ്പർ ആണെങ്കിൽ നമുക്ക് 4 ബൈറ്റ് ഓഫ് മെമ്മറി ആവശ്യമായിട്ട് വരില്ല. ചിലപ്പോൾ അതിനും താഴെ മെമ്മറി മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. അപ്പോൾ ചെറിയ നമ്പേഴ്സിൻ്റെ ആണ് നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ കൊടുക്കുന്നതെങ്കിൽ ഷോർട്ട് എന്ന് പറയുന്ന കീവേഡ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ 4 ബൈറ്റ് ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യാതെ തന്നെ 2 ബൈറ്റ്സിൽ ഈ പറയുന്ന മെമ്മറി അലോക്കേഷൻ നടക്കും. സോ അതുകൊണ്ടാണ് അവിടെ ഷോർട്ട് എന്ന് പറയുന്നത് ഉപയോഗിച്ചിരിക്കുന്നത്. If we declare the structure variables along with the definition, structure tag can be avoided. അതായത് സ്ട്രക്ചർ വേരിയബിൾസ് സ്ട്രക്ചറിനെ ഡെഫിനിഷൻ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യണതെങ്കിൽ അതിനൊപ്പം നമുക്ക് സ്ട്രക്ചറിൻ്റെ നെയിം വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യും. അതായത് സ്ട്രക്ചർ ഇൻഡി ABC ഇക്വേഷൻ 1, ഇക്വേഷൻ 2 അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രക്ചേഴ്സിൻ്റെ വേരിയബിൾസ് നമുക്ക് ഡിക്ലെയർ ചെയ്യാം. സോ അവിടെ സ്ട്രക്ചർ നെയിം കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനെ കൊടുക്കുന്ന കേസിൽ ഇപ്പോൾ നമ്മുടെ ആ പ്രോഗ്രാമിൽ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷനിൽ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കണം, ഈ സ്ട്രക്ചറിലെ വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ പറ്റില്ല. കാരണം എന്താ, ഈ സ്ട്രക്ചർ റെഫർ ചെയ്യാനുള്ളൊരു സ്ട്രക്ചർ നെയിം നമ്മൾ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വേറെ പ്രോഗ്രാമിൻ്റെ വേറെ സ്ഥലത്ത് ഈ സ്ട്രക്ചർ നമുക്ക് റെഫർ ചെയ്യാനോ ഈ സ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കാനോ ഈ സ്ട്രക്ചറിലെ എലമെൻറ്റ്സോ അല്ലെങ്കിൽ വേരിയബിൾസ് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. ഇനി വേരിയബിൾ ഇനിഷ്യലൈസേഷൻ. അപ്പോൾ നമുക്കറിയാം ഇൻറ്റിജർ നിങ്ങൾ അറേ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആദ്യം ഫസ്റ്റ് ഒരു അറേ ക്രിയേറ്റ് ചെയ്തു, ഇനി അറേയിലേക്ക് വാല്യൂസ് എൻ്റർ ചെയ്തു. അതുപോലെ നമ്മളിപ്പോൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു, ആ സ്ട്രക്ചറിലെ വേരിയബിൾസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി വേരിയബിൾസിലേക്ക് വാല്യൂസ് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതാണ് വേരിയബിൾ ഇനിഷ്യലൈസേഷൻ എന്ന പാർട്ടിൽ നമ്മൾ കാണുന്നത്. സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് ഈ സിൻടാക്സ് ഉപയോഗിച്ചിട്ടാണ്. സ്ട്രക്ചർ നെയിം വേരിയബിൾ ഈക്വൽ ടു വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര വാല്യൂ n. ഫോർ എക്സാമ്പിൾ സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ആ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ആണ് S എന്ന് പറയുന്നത് നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി S എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് എങ്ങനെയാണ് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് എന്നാണ് താഴെ കാണിച്ചിരിക്കുന്നത്. സ്റ്റുഡൻറ്റ് S, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ നെയിം. അപ്പോൾ സ്ട്രക്ചർ ടാഗിൻ വേരിയബിൾ, സ്ട്രക്ചർ ടാഗ് എന്ന് പറയുന്നതാണ് എന്ത്, സ്റ്റുഡൻറ്റ്. സ്ട്രക്ചർ ടാഗ് സ്പേസ് വേരിയബിൾ, വേരിയബിൾ ഏതാ, S എന്ന് പറയുന്നതാണ് ഈ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ. സ്ട്രക്ചർ ടാഗ് വേരിയബിൾ സ്റ്റുഡൻറ്റ് സ്പേസ് S ഈക്വൽ ടു ദെൻ വാല്യൂ 1, വാല്യൂ 2 എക്സെട്ര വാല്യൂ n. അതായത് ഈ സ്ട്രക്ചറിലേക്കുള്ള എല്ലാ വാല്യൂസും നമുക്ക് കേളി ബ്രേസസിനകത്ത് കൊടുക്കാം. സോ 3452, വൈശാഖ്, സയൻസ്, 270.00 ഇതാണ് ഇതിലെ വേരിയബിൾസ്. സോ ഈ വേരിയബിൾസ് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ S എന്ന വേരിയബിളിലേക്ക് ഈ വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് 3452 എന്ന വാല്യൂ പോകുന്നത് അഡ്മിഷൻ നമ്പർ എന്ന വാല്യൂവിലേക്കാണ്. ദെൻ വൈശാഖ് എന്ന് പറയുന്നത് നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്, സ്ട്രിങ് ക്യാരക്ടറാണ്. അപ്പോൾ സ്ട്രിങ് പോകുന്നത്, ഈ ക്യാരക്ടർ പോകുന്നത് നെയിം ഓഫ് 20യിലേക്കാണ് ഇത് സേവ് ആകുന്നത്. അതുപോലെ സയൻസ് എന്ന് പറയുന്ന വേരിയബിൾ ഇനിഷ്യലൈസ് ആവുന്നത് ഗ്രൂപ്പ് ഓഫ് 10ലേക്കാണ്. 270.00 എന്ന് പറയുന്നത് ഫ്ലോട്ട് ഫീയിലേക്കാണ്. അതായത് ഫീ ഈക്വൽ ടു 270, ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് ഈക്വൽ ടു സയൻസ്, നെയിം വൈശാഖ്, അഡ്മിഷൻ നമ്പർ 3452 എന്ന രീതിയിലേക്കാണ് ഈ വേരിയബിൾസ് ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് വാല്യൂസ് നമ്മുടെ സ്ട്രക്ചറിലേക്ക് എൻ്റർ ആവുന്നത്. ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾ 3452 വൈശാഖ് സയൻസ് ലാസ്റ്റ് വാല്യൂ നിങ്ങൾ കൊടുത്തില്ല എന്ന് വെക്കുക. സോ ലാസ്റ്റ് വാല്യൂ നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ എന്താ സംഭവിക്കുന്നത്, ലാസ്റ്റ് വാല്യൂ എൻ്റർ ആവുന്ന സമയത്ത് ഇപ്പോൾ ഫീയുടെ കേസിൽ എന്താ കിടക്കുന്നത്, 0 എന്നായിരിക്കും കിടക്കുന്നത്. നിങ്ങൾ എൻ്റർ ചെയ്യാത്ത വാല്യൂസ് എല്ലാം 0 എന്ന് പറഞ്ഞാണ് സ്ട്രക്ചറിലേക്ക് എൻ്റർ ആവുന്നത്. സോ സ്ട്രക്ചറിലെ വാല്യൂസ് എൻ്റർ ആവുന്നത് എപ്പോഴും ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്, അതായത് നിങ്ങൾ ആദ്യം കൊടുക്കുന്നത് ആദ്യത്തേന്. സോ 3452 അഡ്മിഷൻ നമ്പർ, വൈശാഖ്, നെയിം. സോ നിങ്ങൾ ഏതിനാണ് വാല്യൂസ് അവസാനം കൊടുക്കാത്തത് അതെല്ലാം 0s ആയിട്ടായിരിക്കും ഇനിഷ്യലൈസ് ചെയ്യുന്നത്. If we do not provide the values for all elements, the given values will be assigned the elements on first come first served basis. The remaining elements will be assigned with 0
ഓർ നൾ ക്യാരക്ടർ. അതായത് നിങ്ങൾ കൊടുക്കാത്ത എലമെൻസിനെല്ലാം 0 അല്ലെങ്കിൽ നൾ ക്യാരക്ടർ വെച്ചിട്ടായിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. എ സ്ട്രക്ചർ വേരിയബിൾ ക്യാൻ ബി അസൈൻഡ് വിത്ത് ദ വാല്യൂസ് ഓഫ് അനദർ സ്ട്രക്ചർ വേരിയബിൾ ബട്ട് ബോത്ത് ഓഫ് ദം ഷുഡ് ബി ഓഫ് ദി സെയിം സ്ട്രക്ചർ ടൈപ്പ്. അതായത് ഒരു സ്ട്രക്ചർ വേരിയബിളിനെ നമുക്ക് മറ്റൊരു സ്ട്രക്ചർ വേരിയബിളുമായിട്ട് അസൈൻ ചെയ്യാൻ പറ്റും, പക്ഷേ രണ്ടും സിമിലർ സ്ട്രക്ചർ ടൈപ്പ് ആയിരിക്കണം. ക്ലിയർ ആണോ? സോ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ സ്റ്റുഡൻറ്റ് എസ് എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മൾ നേരത്തെ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ, ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റുഡൻറ്റ് എസ് ടി ഈക്വൽ ടു എസ്. അതായത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് എസ് ടി എന്ന് പറയുന്ന വേരിയബിൾ ആണുള്ളത്. വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിളിലേക്ക് എസ് എന്ന് പറയുന്ന വേരിയബിളാണ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എസ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മൾ വാല്യൂസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ ആ വാല്യൂസ് ആണ് നമ്മൾ എസ് ടിയിലേക്ക് പാസ് ചെയ്യുന്നത്. സോ ഇങ്ങനെ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നടക്കുന്നത് എന്താ? എസ് എന്ന് പറയുന്നതിൽ ഓൾറെഡി ഈ വാല്യൂസ് എല്ലാം ഉണ്ടല്ലേ. അഡ്മിഷൻ നമ്പറിൽ ഇതുണ്ട്, നെയിം, ഗ്രൂപ്പ്, സയൻസ്, ഫീ. സോ സ്റ്റുഡൻറ്റ് എസ് ടി ഈക്വൽ ടു എസ് എന്ന് പറയുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ എസ്സിലുള്ള എല്ലാ വാല്യൂസും എസ് ടിയിലേക്ക് കോപ്പി ആവുന്നുണ്ട്. അതായത് എസ് ടിയിലേക്കും സെയിം വാല്യൂസിന് അഡ്മിഷൻ നമ്പർ 3452, നെയിം വൈശാഖ്, ഗ്രൂപ്പ് സയൻസസ്, ഈ നമ്മൾ ഫസ്റ്റ് കൊടുത്ത എസ്സിൽ കൊടുത്ത എല്ലാ വാല്യൂസും എസ് എന്ന് പറയുന്ന വേരിയബിളിൽ കൊടുത്ത വാല്യൂസ് എല്ലാം എസ് ടി എന്ന് പറയുന്ന വേരിയബിളിലേക്കും സേവ് ആവുന്നുണ്ട്. സോ ഡാറ്റ ടൈപ്സ് ഉള്ള സ്ട്രക്ചർ എലമെൻറ്റിലേക്ക് സ്ട്രീമിൽ സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ആണെങ്കിൽ നമുക്കിങ്ങനെ എലമെൻസിനെ കോപ്പി ചെയ്യാം. ക്ലിയർ ആയല്ലോ? അതായത് എ സ്ട്രക്ചർ വേരിയബിൾ ക്യാൻ ബി അസൈൻ വിത്ത് ദ വാല്യൂസ് ഓഫ് അനദർ സ്ട്രക്ചർ വേരിയബിൾ ബട്ട് ബോത്ത് ഓഫ് ദം ഷുഡ് ബി ഓഫ് ദി സെയിം സ്ട്രക്ചർ ടൈപ്പ്. ഒരു സ്ട്രക്ചർ ടൈപ്പിൽ തന്നെ ഡിഫറെൻറ്റ് വാല്യൂസിനെ നമുക്ക് കോപ്പി ചെയ്യാം, അങ്ങടേക്കും ഇങ്ങടേക്കും. അതായത് ഒരേ സ്ട്രക്ചറിൽ വരുന്ന വാല്യൂസ് ആയിരിക്കണം, സ്ട്രക്ചർ ടൈപ്പിൽ വരുന്ന വാല്യൂസ് ആയിരിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ടോപ്പിക്ക് ആക്സസിങ് എലമെൻറ്റ്സ് ഓഫ് എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ എലമെൻറ്റ്സിനെ നമ്മൾ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാൻ എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു. ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്തു. അതുപോലെ സ്ട്രക്ചറിൽ എങ്ങനെയാണ് എലമെൻറ്റ്സിനെ ആക്സസ് ചെയ്യുന്നത് എന്നാണ് ഈ ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ഡോട്ട് ഓപ്പറേറ്റർ, അത് പീരീഡ് സിമ്പിളാണ്. ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്ട്രക്ചർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നത്. സോ അതിൻ്റെ സിൻടാക്സ്, എങ്ങനെയാണ് സ്ട്രക്ചർ എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്നതിനുള്ള സിൻടാക്സ് ആണിത്. സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം. അതായത് സ്ട്രക്ചർ നമ്മൾ ഡിക്ലെയർ ചെയ്ത് സ്ട്രക്ചർ വേരിയബിൾ ഡോട്ട് എലമെൻറ്റ് നെയിം, ഏത് എലമെൻറ്റ് നെയിം ആണോ നമുക്ക് വേണ്ടത് അത് എഴുതുക ഡോട്ടിന് ശേഷം. സോ ഇതാണ് ഇതിൻ്റെ മെത്തേഡ്. സോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടുഡേ ഡോട്ട് ഡി ഡി ഈക്വൽ ടു 10. അതായത് ടുഡേ എന്ന് പറയുന്ന സ്ട്രക്ചർ വേരിയബിൾ ആണ്. ഡി ഡി എന്ന് പറയുന്നത് എലമെൻറ്റ് നെയിം, ആ സ്ട്രക്ചർ എലമെൻറ്റ് നെയിമിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ സേവ് ചെയ്തു. അതുപോലെ സെയിം ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് എലമെൻറ്റ്സിനെ കോപ്പി ചെയ്യാം. ഫോർ എക്സാമ്പിൾ strcpy, ഈ ഒരു ഓപ്പറേഷൻ എന്താണ് ഉപയോഗിക്കുന്നത്? ഈ സ്ട്രിങ്സിനെ കോപ്പി ചെയ്യാൻ, അതായത് സെക്കൻഡ് സ്ട്രിങ്ങിന് ഫസ്റ്റ് സ്ട്രിങ്ങിലേക്ക് കോപ്പി ചെയ്യാനായിട്ടാണ് strcpy എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത്. സോ strcpy അഡ്മിഷൻ ഡേറ്റ് എന്ന് പറയുന്ന വേരിയബിൾ ഡോട്ട് മന്ത് കോമ ജൂൺ. അപ്പോൾ ജൂൺ എന്ന് പറയുന്ന വാല്യൂ അഡ്മിഷൻ ഡേറ്റ് ഓഫ് മന്ത് എന്ന് പറയുന്നതിലേക്ക് സേവ് ആകും. സിമിലർലി നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് എന്താ അതിൻ്റെ വേരിയബിൾ ഏതാണെന്ന് എഴുതുക. cin ഓഫ് s1 ഡോട്ട് അഡ്മിഷൻ നമ്പർ. സോ ഇങ്ങനെ നമുക്ക് വാല്യൂസ് എൻ്റർ ചെയ്യാം. അതുപോലെ നമുക്ക് വേണമെങ്കിൽ വാല്യൂസിനെ ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ cout c1 ഡോട്ട് റിയൽ പ്ലസ് c2 ഡോട്ട് റിയൽ എന്ന് പറഞ്ഞും സിമിലർലി നമുക്ക് ഈ വാല്യൂസിനെ ആക്സസ് ചെയ്യാം. c1 ഡോട്ട് റിയൽ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റിയൽ c1 എന്ന് പറയുന്ന വേരിയബിളിൻ്റെ റിയൽ എന്ന വാല്യൂ ആക്സസ് ചെയ്യുന്നു. c2 എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിച്ച് റിയലിൻ്റെ വാല്യൂ ആക്സസ് ചെയ്യുന്നു. ഈ രണ്ട് വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യുന്നു. സോ ശ്രദ്ധിക്കുക, അവിടെ ഒരിക്കലും നമുക്ക് c1 പ്ലസ് c2 എന്ന് എഴുതാൻ പറ്റില്ല. നമുക്കറിയാം പ്ലസ് ഓപ്പറേറ്റർ എപ്പോഴും റിയൽ നമ്പേഴ്സിന് മാത്രമേ ആഡ് ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് c1 ഡോട്ട് റിയൽ പ്ലസ് c2 ഡോട്ട് റിയൽ എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? എങ്ങനെയാണ് ആക്സസ് ചെയ്യുന്നത്? ആക്സസ് ചെയ്യാൻ സിമ്പിളാണ്. ആ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഏതാണോ ഡോട്ട് എലമെൻറ്റ് നെയിം. വേരിയബിൾ എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഏതാണോ ഡോട്ട് എലമെൻറ്റ്. ഫോർ എക്സാമ്പിൾ സ്ട്രക്ട് ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൻ്റെ ഒരു വേരിയബിളാണ് ടുഡേ. ഇപ്പോൾ ഡി ഡിയിലേക്ക് വാല്യൂ സേവ് ചെയ്യണമെങ്കിൽ ടുഡേ ഡോട്ട് ഡി ഡി ഈക്വൽ ടു 10. സോ അങ്ങനെ കൊടുത്താൽ ഡയറക്റ്റായിട്ട് ആ വാല്യൂ ഡി ഡി എന്ന് പറയുന്ന വാല്യൂയിലേക്കാണ് സേവ് ആവുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി രണ്ട് സ്ട്രക്ചർ എലമെൻറ്റ്സ് ആണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നോക്കാം. സ്ട്രക്ട് ടെസ്റ്റ് 1 ഇൻഡ് എ ഫ്ലോട്ട് ബി. ദെൻ സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് t1 ഈക്വൽ ടു 3,2.5 സെമിക്കോളൻ. സിമിലർലി വേറൊരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തു. സ്ട്രക്ട് ടെസ്റ്റ് 2 ഇൻഡ് എ ഫ്ലോട്ട് ബി t2. സോ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ്. ടെസ്റ്റ് 1 എന്ന് പറയുന്ന ഒരു ഫസ്റ്റ് സ്ട്രക്ചർ, ടെസ്റ്റ് 2 എന്ന് പറയുന്ന സെക്കൻഡ് സ്ട്രക്ചർ. ഇത് രണ്ടിലും ഇൻറ്റിജർ നമ്പറും ഫ്ലോട്ടിംഗ് നമ്പറുമാണ് നമ്മൾ സ്ട്രക്ചർ എലമെൻറ്റ്സ് ആയി കൊടുത്തിരിക്കുന്നത്. സോ ഇൻഡ് എ ഫ്ലോട്ട് ബി, ഇൻഡ് എ ഫ്ലോട്ട് ബി. അതുപോലെ t1 എന്ന് പറയുന്നത് ഫസ്റ്റ് സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ്. t2 എന്ന് പറയുന്നത് സെക്കൻഡ് സ്ട്രക്ചറിൻ്റെ വേരിയബിളാണ്.
സോ ഫസ്റ്റ് സ്ട്രക്ചറിൻ്റെ വേരിയബിളിലേക്ക് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്തു, വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു. അതായത് T1 = 3,2.5. സോ 3 എന്ന് പറയുന്ന വാല്യൂ എയിലേക്കും 2.5 എന്ന് പറയുന്ന വാല്യൂ ബിയിലേക്കുമാണ് പോകുന്നത്. സോ സെക്കൻഡ് സ്ട്രക്ചറിൽ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, വാല്യൂ ജസ്റ്റ് ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് വെച്ചു, പക്ഷേ വേരിയബിളിലേക്ക് വാല്യൂസ് ഒന്നും ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ T1 = T2 എന്ന് പറയുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള ഓപ്പറേഷനാണ്. ക്ലിയർ ആയോ? കാരണം എന്താ, ഇവിടെ ടെസ്റ്റ് 1ഉം ടെസ്റ്റ് 2ഉം ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സാണ്. സോ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ കേസിൽ നമുക്ക് T1 = T2 എന്ന് പറഞ്ഞ് കൊടുക്കാൻ കഴിയില്ല. ഒരു സ്ട്രക്ചർ മറ്റൊരു സ്ട്രക്ചറിന് ഈക്വൽ ആണ് എന്ന് പറഞ്ഞ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാനോ അസൈൻ ചെയ്യാനോ കഴിയില്ല. ബിക്കോസ് ദ T1 ആൻഡ് T2 ആർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ്, ദാറ്റ് ഈസ് ടെസ്റ്റ് 1 ആൻഡ് ടെസ്റ്റ് 2. T1ഉം T2ഉം, T1 എന്ന് പറയുന്ന ടെസ്റ്റ് 1ൻ്റെയും T2 എന്ന് പറയുന്ന ടെസ്റ്റ് 2ൻ്റെയും ആണ്. അതുകൊണ്ടാണ് T1 = T2 എന്ന് പറയുന്നത് ഇൻവാലിഡ് ആണ്. പക്ഷേ ഇവിടെ നമുക്ക് വേണമെങ്കിൽ T2യിലെ വേരിയബിളിലെ വാല്യൂ T1ൻ്റെ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാം. അതായത് ഒരേ ഡാറ്റ ടൈപ്പ്, ഇപ്പോൾ ഇൻറ്റിജർ അങ്ങനെ സെയിം ടൈപ്പ് ഓഫ് ഡാറ്റ ടൈപ്സ് ആണെങ്കിൽ വേരിയബിൾസിലെ വാല്യൂസ് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അസൈൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ T2.a = T1.a. അതായത് T1.a, അതായത് T1ലെ വാല്യൂ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. T1.a എന്ന് പറയുന്നത് എന്താ, 3 ആണ്. സോ T1.a, അപ്പോൾ T2.a = T1.a, അതായത് 3 എന്ന് പറയുന്ന വാല്യൂ ഇൻറ്റ് എയിലേക്ക് കൊടുത്തു. അതുപോലെ T2.b = T1.b. T1.bയിലെ വാല്യൂ എന്താ, 2.5. 2.5 എന്ന് പറയുന്ന വാല്യൂ ഈ പറയുന്ന ബിയിലേക്ക് കൊടുക്കാം. പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചത് എന്താ, നമുക്ക് T1.a T2.aയിലേക്ക് കൊടുക്കാം. കാരണം ഇവിടെ രണ്ടും ഇൻറ്റിജർ ടൈപ്പാണ്. സിമിലർലി T1.b T2.bയിലേക്ക് കൊടുക്കാം. രണ്ടും ഫ്ലോട്ടാണ്. സോ സെയിം ഡാറ്റ ടൈപ്പാണ് രണ്ട് സ്ട്രക്ചറിലും വരുന്നതെങ്കിൽ ആ സ്ട്രക്ചറിലെ വാല്യൂസ് നമുക്ക് കോപ്പി ചെയ്യാം. പക്ഷേ ഈവൻ സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് നമുക്ക് ഒരിക്കലും ഈക്വൽ ടു എന്ന് പറയുന്ന സൈൻ ഉപയോഗിച്ച് കൊടുക്കാൻ കഴിയും. വി ക്യാൻ കോപ്പി ദ വാല്യൂസ് ഓഫ് T1 into T2. ദ ഫോളോയിങ് മെത്തേഡ് ക്യാൻ ബി അഡോപ്റ്റഡ്. T2.a = T1.a semicolon, T2.b = T1.b. It is possible because we are assigning an int type data into another int type variable. So നമ്മളിവിടെ എന്താ ചെയ്യുന്നത്, ഒരു ഇൻറ്റ് ടൈപ്പ് ഡാറ്റയെ വേറൊരു ഇൻറ്റ് ടൈപ്പ് വേരിയബിളിലേക്കാണ് അസൈൻ ചെയ്യുന്നത്. സോ അങ്ങനെ നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്യാം. പക്ഷേ T1ഉം T2ഉം ഈക്വൽ ആണ് എന്ന് പറയുന്നൊരു അസൈൻമെൻറ്റ് നടക്കുന്നില്ല. അസൈൻമെൻറ്റ് പോസിബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.